ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടുന്ന പരമ്പരയുടെ സൂപ്പർ അപ്കമിങ് വിശേഷത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് രാവിലെ 9 മണിക്ക് തന്നെ നമ്മൾ എത്തുന്നുണ്ട്. അപ്പം നമ്മൾ അപ്കമിങ് വിശേഷങ്ങളിൽ പറഞ്ഞതൊക്കെ കഴിഞ്ഞ ദിവസം കൂടുതൽ എപ്പിസോഡുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതലായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ എപ്പിസോഡുകൾ കാണണമെങ്കിൽ ആകാംക്ഷയുള്ളവർ ഞങ്ങളുടെ ചാനലിൽ കയറി അപ്കമിങ് വിശേഷം കണ്ടാൽ മതി. അപ്പം അതൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പം വീണ്ടും ഒന്നും കൂടെ പുറകോട്ടിറങ്ങിയാൽ നമ്മൾ കഥ പറയുകയാണ്. അങ്ങനെ നികേഷ് തൻ്റെ അമ്മ സുഭാഷ് ഏട്ടൻ്റെ, സുധീഷിൻ്റെ, ഹരീഷിൻ്റെ അമ്മയല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ്, ഒരു ദുഃഖകരമാകുന്ന കാഴ്ചയാണ്. അങ്ങനെ ഒരു കടൽ തീരത്ത് പോയി ഏകാന്തമായിട്ട് താൻ അനാഥനാണ് എന്നൊരു തോന്നലോടുകൂടി സങ്കടപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മരിക്കണോ അതോ ജീവിച്ചിരിക്കണോ, തനിക്ക് ആരാണ് ഉള്ളത് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയത്ത് നാട് മുഴുവൻ നികേഷിനെ കാണാതെ സുഭാഷും സുധീഷും ഹരീഷും അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഒടുവിൽ കിട്ടുന്നില്ല. അങ്ങനെ നിധി പറഞ്ഞതുപോലെ തന്നെ നിധിക്കൊരു ഒരു ഓർമ്മ വരികയാണ്. നികേഷ് സങ്കടങ്ങളൊക്കെ വരുമ്പോൾ കടൽ തീരത്ത് പോയിരിക്കുന്നൊരു കാര്യം പറഞ്ഞത്. അങ്ങനെ ആ കടൽ തീരത്തെക്കുറിച്ച് പറയുകയും സുധീഷും സുഭാഷും അവിടെ ചെന്ന് നികേഷിനെ കണ്ടെത്തുകയും അങ്ങനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നികേഷുമായിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുന്നു. അതിനുശേഷം അവർ നികേഷിനെ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. നിന്റെ അമ്മ വേറൊരു ആളാങ്കിൽ എന്താണ്, നീ ഞങ്ങളുടെ കൈ പിടിച്ച് വളർന്നവരല്ലേ, ഞാനല്ലേ നിന്നെ വളർത്തിയതെന്നൊക്കെ പറഞ്ഞ് സുഭാഷും സുധീഷും ഒക്കെ നികേഷിനെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഒരു പരിധിക്കപ്പുറം നികേഷിനെ ആശ്വസിപ്പിക്കാൻ ആർക്കും പറ്റാത്ത അവസ്ഥയാണ്. കാരണം അത്രത്തോളം സങ്കടകരമാകുന്നൊരു വാർത്തയാണല്ലോ താൻ കേട്ടത്. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ ഒരമ്മ പെറ്റ മക്കളാണ് തങ്ങളെല്ലാവരും എന്ന് ചിന്തിച്ചു. പക്ഷെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല എന്നൊരു തോന്നൽ അവൻ്റെ മനസ്സിലുണ്ടായപ്പോൾ അവനത് താങ്ങാൻ കഴിയാതെ വരികയും അങ്ങനെ ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധി കൂടെ പോകുന്ന ഒരു സാഹചര്യമാണ്. ഒരു കടലായി മാറിയിരിക്കുന്ന കാറ്റത്തെ കിളിക്കൂടുന്ന ഒരു ഭാഗമാക്കി ഒരു പരമ്പരയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒടുവിൽ രാത്രിയിൽ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം സുഭാഷിന് വീണ്ടും ഭയമാട്ടോ. എന്താണ്, താൻ നികേഷ് ഇനിയും സങ്കടം വന്നത് തനിക്ക് താങ്ങാൻ കഴിയാതെ വന്നാൽ അവൻ ഇനിയും വീട് വിട്ടിറങ്ങിപ്പോവോ, അവനെന്ത് കടുങ്കൈ ചെയ്യുമോ എന്നൊരു ഭയമൊക്കെ സുഭാഷിൻ്റെ മനസ്സിലുണ്ടാകുകയും തൻ്റെ അനിയനോടുള്ള വാത്സല്യം അധികമാകുകയും ഒടുവിൽ സുഭാഷ് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് തൻ്റെ കാലുകൾ, നികേഷിൻ്റെ കാലും അതുപോലെ സുഭാഷിൻ്റെ കാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുണി കൊണ്ട് കെട്ടിയിട്ടേക്കുന്ന ഒരു ഭാഗം കാണാം കേട്ടോ. കാരണം ഇത് നിധി വന്ന് കാണുക, നിധിയും രാത്രി വന്ന് പതുക്കെ എഴുന്നേറ്റ് നികേഷിനെ കാണാൻ വേണ്ടി ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ സുഭാഷ് ചെയ്യുന്ന ആ പ്രവർത്തികൾ നിധിയെ അതിശയിപ്പിച്ച് കളയാണ്. കാരണം സുഭാഷ് നികേഷിൻ്റെ കാലുകൾ, അല്ലെങ്കിൽ നികേഷ് രാത്രി ഒരിക്കലും സുഭാഷ് അറിയാതെ എഴുന്നേറ്റ് പോകാൻ പാടില്ല എന്നോർത്ത് പരസ്പരം ബന്ധിച്ച് കെട്ടിവെക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. ഒടുവിൽ ഈ സമയത്ത് പെട്ടെന്ന് നികേഷ് എഴുന്നേറ്റിട്ട് എന്നാ ചേട്ടാ സുഭാഷേടെ കാണിക്കുന്നത്, ഞാനങ്ങനെ പോകില്ല, ഞാനങ്ങനെ പോകില്ല, എനിക്കിനി പോകാൻ കഴിയില്ല, സുഭാഷേനൊക്കെ വിട്ടിട്ട് എനിക്ക് ഇനിയൊരു വേറെ ഒന്നും ഞാൻ ചിന്തിക്കില്ല എന്നൊരു ഉറപ്പ് സുഭാഷിന് കൊടുക്കുകയാണ്. അപ്പോൾ സുഭാഷ് പെട്ടെന്ന് ഞെട്ടുന്നുണ്ട്. ഈ നികേഷ് പെട്ടെന്ന് ചാടി എണീറ്റ് പോട്ടോ. അപ്പം സുഭാഷ് പറയുന്നുണ്ട്, എനിക്ക് താങ്ങാൻ പറ്റത്തില്ല, നിന്നെ എനിക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല, നീ എന്തെങ്കിലും അബദ്ധം കാണിക്കുമോ ഒരു ഭയം കൊണ്ടാണ്, നീ അങ്ങനെ ചെയ്യില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ആശ്വസിപ്പിക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. അതിനുശേഷം കാണുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ സുധീഷ് ഒരു പ്ലാൻ തയ്യാറാക്കിയാണ്. ഇതിനിടയിൽ നിധി നികേഷുമായിട്ട് അമ്പലത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. ഒരു അമ്പലത്തിലേക്കൊക്കെ പോയി അവിടെ വെച്ച് നികേഷിനെ ഒരുപാട് ആശ്വാസ വാക്കുകളൊക്കെ കൊടുക്കുന്നു. അങ്ങനെ നികേഷിനെ ഒന്ന് മയപ്പെടുത്തിയിട്ട് പഴയ നികേഷാക്കി മാറ്റിയെടുക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ സമയത്തെല്ലാം നികേഷിൻ്റെ മുഖത്ത് ഇതുവരെയും ഉണ്ടായിരുന്ന കളിയും ചിരിയും പ്രസരിപ്പൊക്കെ മാറി ഒരു സങ്കടത്തിൻ്റെ അവസ്ഥ തന്നെയാണെങ്കിലും നിധി മാക്സിമം അവനെ പഴയ നികേഷാക്കി മാറ്റുവാൻ, തൻ്റെ ഒപ്പം ഏതിനും ഏട്ടത്തി എന്ന് വിളിച്ച് നടക്കുന്ന നികേഷിനെ ആക്കി മാറ്റുവാൻ ശ്രമിക്കുന്നു. അതിനിടയിലാണ് സുധീഷിൻ്റെ ആ പ്ലാനിങ്, അതായത് എല്ലാവരുമായിട്ട് വെളിയിലൊന്ന് കറങ്ങാൻ പോകണമെന്നും ടൂർ പോകണമെന്നും അങ്ങനെ ടൂർ പ്ലാൻ ചെയ്ത് എല്ലാവരും നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ എല്ലാവരുടെ സമ്മതത്തോടു കൂടി അങ്ങനെ ടൂർ പോവുകയാണോ. അപ്പം ടൂർ പോകുന്ന സമയത്ത് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ്. അപ്പം പോകുന്ന സമയത്ത് നല്ല അടിപൊളി പാട്ടുകളൊക്കെ ഇടുന്നു. അപ്പോൾ അതുപോലെ പ്രണയഗാനങ്ങൾ സുധീഷ് ഇടുന്നു. അങ്ങനെ
ഏതായാലും ടൂർ പോകുന്ന സമയത്ത് മറുഭാഗത്തൊരു രസകരമാകുന്ന കാഴ്ച എന്ന് പറയുന്നത് നിധിയുടെ വീട്ടിലും നിധിയുടെ അച്ഛൻ വളരെ സങ്കടത്തിലാണല്ലോ. അതായത് നിധി പോയതിൽ പിന്നെ വലിയ സന്തോഷമൊന്നുമില്ല, എപ്പോഴും ദുഃഖകരമാകുന്ന ഒരവസ്ഥയാണ് നിധിയുടെ വീട് കേട്ടോ. അങ്ങനെ നിധിയുടെ വീട്ടിലെ ഒരു സാഹചര്യം മാറ്റിയെടുക്കാൻ വേണ്ടി നിധിയുടെ അമ്മയും അച്ഛനും ചേട്ടനുമൊക്കെ ചേട്ടത്തിയുമൊക്കെ അവരും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക, അതായത് ഒരു ടൂർ പ്ലാൻ ചെയ്യുക. അങ്ങനെ എല്ലാവരും പരസ്പരം സമ്മതിച്ച് ചിലപ്പം നിർബന്ധ ബുദ്ധിയൊക്കെ പിടിച്ചാണ് അവിടെ ടൂർ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ പരസ്പരം അവരും ഒരു ടൂർ പോകാൻ പ്ലാൻ ചെയ്യുകയും അങ്ങനെ അവരും ഒരു ടൂർ പോവുക കേട്ടോ. ഈ പോകുന്നത് നിധിയൊക്കെ പോകുകയും നിധിയുടെ അച്ഛനൊക്കെ പോവുകയും ചെല്ലുകയും ചെയ്യുന്ന ഒരേ പ്ലേസിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഒരേ ടൂറിസ്റ്റ് പ്ലേസിലേക്കും ഒരേ ഹോട്ടലിലേക്കുമാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരം. അങ്ങനെ നിധിയൊക്കെ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്, നികേഷിനെ ഒരുപാട് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആടിയും പാടിയും കടൽ തീരവും ഒക്കെ കണ്ട് ഒരു വലിയൊരു ഒരു ടൂറിസ്റ്റ് മേഖലയിലേക്ക് ഒരു മനോഹരമാകുന്ന ഒരു ഹിൽ പാലസിലേക്കൊക്കെയാണ് ഇവർ പോകുന്നത് കേട്ടോ. അങ്ങനെ ഈ സമയത്ത് തന്നെ അവരും യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നിധിയെക്കുറിച്ച് പലതും ഓർത്തെടുക്കുന്ന നിധിയുടെ അച്ഛൻ രാജീവിനെയൊക്കെ നമുക്ക് കാണാം. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ വൈകുന്നേരമായി അവർക്കൊരു റൂം അറേഞ്ച് ചെയ്യണമല്ലോ. അങ്ങനെ അവർ 2 റൂം എടുക്കുക, നിധിയും അല്ലെങ്കിൽ സുധീഷും സുഭാഷൊക്കെ 2 റൂം എടുക്കുകയാണ്. ഇതിനിടയിൽ തന്നെ യാത്ര ചെയ്യുന്നതിനിടയിൽ തന്നെ സുധീഷ് ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഈ ടൂറിൻ്റെ സകല ചെലവും വാഹനത്തിൻ്റെയും അതുപോലെ ആഹാരത്തിൻ്റെയും റൂമിൻ്റെയും മടങ്ങി വരുന്നോളം വരെയുള്ള സകല ചെലവുകളും ഞാൻ വഹിച്ചോളാം എന്ന് സുധീഷ് ഒരു വാക്ക് പറയായിരുന്നു. ആ വാക്കും പ്രകാരമാണ് എല്ലാവരും പോകുന്നത്. പക്ഷേ ഹരീഷിനറിയാം അതൊന്നും നടക്കില്ല, ഇത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ പോകും, സുധീഷ് കാല് വാരുമെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. എന്തായാലും സുധീഷ് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ തന്നെ ആദ്യം തന്നെ ഇടയ്ക്ക് സുഭാഷ് ഇറങ്ങുകയും അവർക്ക് പോകുന്ന വഴിയിൽ ആഹാരം കഴിക്കുവാനുള്ള ഫ്രൂട്ട്സുകളും അതുപോലെ ചെറിയ മിച്ചറുകളൊക്കെ മേടിച്ച് സുഭാഷ് കാറിലേക്ക് വരുന്നൊരു ഭാഗമുണ്ട്. അങ്ങനെ അതിനുശേഷം എല്ലാവരും ആഹാരമൊക്കെ കഴിച്ച് യാത്ര ചെയ്യുന്നു. അങ്ങനെ രാത്രിയായപ്പം വൈകുന്നേരമായപ്പം ഒരു റൂം എടുക്കണം. അങ്ങനെ റൂം എടുക്കാൻ ചെല്ലുമ്പോഴും അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്ന സുധീഷിനെ കാണാം. കാരണം റൂം എടുക്കുന്ന സമയത്ത് അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിച്ചിട്ട് റൂമിൻ്റെ റേറ്റ് അല്പം കൂട്ടി പറയാം. അങ്ങനെ 2 റൂം എടുക്കുക, നിധിക്ക് മാത്രമായിട്ടൊരു റൂമും അതുപോലെ സുധീഷിനും സുഭാഷിനും ഹരീഷിനും നികേഷിനും ഒരു റൂമും, അങ്ങനെ 2 റൂം എടുക്കുകയും അങ്ങനെ വലിയൊരു തുക അവിടെ വരികയാണ്. അങ്ങനെ സുധീഷ് വന്ന് ഈ തുകയുടെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് സുഭാഷിൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പം ഹരീഷ് പറയുന്നുണ്ട്, ചേട്ടാ അതാണ് സുധീഷേട്ടൻ ഏറ്റ കേസല്ലേ, പിന്നെ എന്തിനാ നമ്മൾ പൈസ കൊടുക്കണ്ടേ എന്ന് പറയുകയും, ആ സാരമില്ല പൈസ ഇനി ഒത്തിരി ആവശ്യം വരുമ്പോൾ ഞാനും കുറച്ച് പൈസ എടുത്തിട്ടുണ്ടെന്ന് പറയുകയും, അങ്ങനെ പൈസ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുഭാഷേൻ്റെ കയ്യിൽ മൊത്തം പൈസ ഇങ്ങ് തന്നേക്കാൻ പറഞ്ഞ് പിടിച്ചു മേടിച്ചുകൊണ്ട് പോയി അവിടെ പൈസ കൊടുക്കുന്നതൊക്കെ രസകരമാകുന്നൊരു കാഴ്ചയൊക്കെ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അതിനുശേഷം നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് പിറ്റേ ദിവസം രാവിലെ നിധിയും നികേഷും ഒക്കെ വെളിയിൽ കറങ്ങാൻ പോകുന്ന സമയത്ത് അതേ ഹോട്ടലിൽ തന്നെ ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ റൂം എടുക്കുന്ന നിധിയുടെ അച്ഛനെയും ചേട്ടനെയും അമ്മയും ചേട്ടത്തെയും കൊച്ചിനെയൊക്കെ കാണുന്നു. ഈ സമയത്ത് പെട്ടെന്ന് നിധിയുടെ നിധിയെ അവിടെ വെച്ച് കാണുകയും ഓടിച്ചെന്ന് നിധിയും ഏട്ടത്തിയുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഭാഗമുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുക, ഞങ്ങളൊരു ടൂർ വന്നതാണെന്നും അപ്പം നിധിയുടെ ഏട്ടത്തെയും പറയണം ഞങ്ങളും അത് തന്നെയാണ്, ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ മാറാൻ വേണ്ടി ഔട്ടിങ്ങിന് വന്നതാണ്, ഒരു ടൂർ വന്നതാണ് എന്ന് പറയുകയും നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മറ്റൊരു കാര്യം, അന്ന് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഞാൻ നിനക്ക് ആധാർ നമ്പർ അയച്ചു തന്നപ്പം ഇത് അരുൺ ചേട്ടൻ അറിഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹം എടുത്ത് മാറ്റിയതാണെന്നും നമ്മളെ ചതിച്ചതാണെന്നും അതുകൊണ്ട് ഏറ്റവും കെയർഫുള്ളായിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ മുൻപോട്ട് പോകണമെന്നൊക്കെ പറയുന്നൊരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം കാണുന്നത് അങ്ങനെ പരസ്പരം നിധിയുടെ വീട്ടുകാരും നിധിയും തമ്മിൽ പരസ്പരം കാണുകയും അങ്ങനെ നിധിയുടെ അമ്മയെ കാണുമ്പോൾ സന്തോഷത്തോടു കൂടി ഓടിച്ചെന്ന് നിധിയുടെ അമ്മയെ വിളിക്കുമ്പോൾ നിധിയെ അവിടുന്ന് ആട്ടി ഓടിക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. വളരെ സങ്കടകരമാകുന്ന അവസ്ഥയിലാണ്. നിധി ഒരു പ്രതീക്ഷയോടു കൂടിയാണ് തൻ്റെ അമ്മേനെ ഒരുപാട് നാൾക്ക് ശേഷം കണ്ട് സംസാരിക്കാമെന്നോർത്ത് ഓടിച്ചിരുന്ന ആ സമയത്ത് നിധിയുടെ അമ്മ അവിടുന്ന് വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ ചീത്ത പറഞ്ഞ് നിധിയെ ഓടിക്കുകയും നിധിയെ അപമാനിക്കുകയും ചെയ്യുന്നൊരു ഭാഗമുണ്ട്. ഈ സമയത്ത് സുധീഷ് എന്ന് നിധിയെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ നിധിയും സുധീഷും സുഭാഷും ഹരീഷും ഒക്കെ
നികേഷൊക്കെ അവർ മാക്സിമം എൻജോയ് ചെയ്യുന്നു. മറുഭാഗത്ത് നിധിയെ കാണിക്കുവാൻ വേണ്ടി നിധിയുടെ വീട്ടുകാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ട്രിപ്പ് അടിപൊളിയാക്കുന്നൊരു ഭാഗമുണ്ട്. ഒടുവിൽ അവിടുത്തെ ആ ഹോട്ടലിലെ ഒരു ഫംഗ്ഷൻ നടക്കുകയും ആ ഫംഗ്ഷനിൽ വെച്ച് സുഭാഷ് നികേഷ് പാട്ടും മേളവും ഗാനമേളയും ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് നികേഷ് ഡാൻസ് കളിക്കുന്നു. ഈ നികേഷ് ഡാൻസ് കളിക്കുന്നതിനിടയിൽ ഈ അരുണിൻ്റെ ചില സിംഗടികൾ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ആ ഹോട്ടലിലുണ്ട്. അവരെ കൊണ്ട് ചില ചതി അല്ലെങ്കിൽ സുധീഷിൻ്റെ വീട്ടുകാരെ അപമാനിക്കുവാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ അവിടെ സുധീഷും നികേഷുമൊക്കെ അടിപൊളിയായിട്ട് അവിടെ അത് കൈകാര്യം ചെയ്യും. നിധിയുടെ വീട്ടുകാരെ അല്ലെങ്കിൽ അരുണിനെയൊക്കെ വളരെ കൂളായിട്ട് പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു രസകരമാകുന്ന നിമിഷമുണ്ട്. ഒടുവിൽ അതിനുശേഷം നിധി ഇവർ പരസ്പരം ഒരു മത്സരം വെക്കുകയും പകൽ ഒരു മത്സരം വെക്കുകയും സുധീഷും സുഭാഷും ഹരീഷും നികേഷുമൊക്കെ ഒരു ടീമായിട്ടും നിധിയുടെ അച്ഛനും അമ്മയും ചേട്ടനും അവരൊക്കെ ഒരു ടീമായിട്ട് ഒരു മത്സരം വെക്കുക. ഈ മത്സരത്തിൽ സുധീഷിൻ്റെ ഒക്കെ വിഭാഗം തോൽക്കാറാകുമ്പം നിധി അതിനകത്ത് സുധീഷിൻ്റെ പക്ഷത്ത് കയറി നിന്ന് ആ മത്സരം വിജയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രസകരമാകുന്ന നിമിഷങ്ങളൊക്കെ വരും ദിവസം എപ്പിസോഡുണ്ട്. അതിനുശേഷം നിധിയുടെ അമ്മ വഴിയിൽ അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് നിധിയെ അപമാനിക്കുകയാണോ, നീ 4 പുരുഷന്മാരോടൊപ്പം എങ്ങനെയാണ് ഈ ഒറ്റയ്ക്ക് ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്, നിനക്ക് നാണമില്ലടി എന്നൊക്കെ ചോദിച്ച ആളുകളുടെ മുന്നിൽ വെച്ച് വലിയ രീതിയിൽ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു ദുഃഖകരമാകുന്ന വാർത്തയൊക്കെ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം. വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.